അടുത്ത ലക്ഷ്യവും പ്രഖ്യാപിച്ച് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ നേതാവിനെ യഹിയെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾക്ക് തൊട്ടു പിന്നാലെയാണ്. ഏതായാലും ആ വാർത്ത IDF സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ, ലെബനീസ് മാധ്യമങ്ങളായാലും ഒപ്പം തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളും അത്തരത്തിൽ തന്നെ റിപ്പോർട്ടുകൾ ചെയ്യുമ്പോൾ ഏതായാലും അടുത്ത ലക്ഷ്യവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ നേതാവ് തലവൻ നസറുള്ളയും തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും അകലെയല്ല എന്നും തങ്ങളുടെ ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നസറുള്ള എന്നും പറയുമ്പോൾ ഭീകരർ അക്ഷരാർത്ഥത്തിൽ ആശങ്കാകുലരാണ്, ഭയചകിതരാണ്. കാരണം ഏത് നിമിഷവും അവരുടെ പ്രിയപ്പെട്ട നേതാവ്, മുതിർന്ന നേതാവ് നസറുള്ളയും കൊല്ലപ്പെട്ടേക്കാമെന്നുള്ള ആശങ്ക വളരെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. കാരണം അത് പരസ്യമായി തന്നെ ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, ഈ ഹനിയയുടെ കാര്യത്തിലായാലും യഹിയുടെ കാര്യത്തിലായാലും ഒക്കെ വളരെ നേരത്തെ തന്നെ ഇസ്രായേൽ അവരുടെ പേര് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തുന്ന ഒരു രീതി. ഇപ്പോഴിതാ ആ ലിസ്റ്റിലേക്ക് നസറുള്ള കൂടെ എത്തിയിരിക്കുന്നു. നസറുള്ളയും തങ്ങളുടെ ടാർഗറ്റിന് അപ്പുറത്തല്ല, തങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ എന്നുകൂടി പറയുമ്പോൾ ഏതായാലും വലിയ ഭയത്തിൽ തന്നെയാണ് ഈ ഭീകര സംഘടനകളും അവരുടെ നേതാക്കളുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നസറുള്ളയുടെ അടുത്ത അനുയായിയായ ഒരു കമാൻഡിന് നേരെ, അതായത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വ്യോമാക്രമണം അത്തരത്തിലായിരുന്നു. മുതിർന്ന ഭീകരൻ കൊല്ലപ്പെട്ടോ അതോ അയാൾ രക്ഷപ്പെട്ടോ എന്നറിയില്ല. ഏതായാലും ഹിസ്ബുള്ള പറയുന്നത് ഈ അവരുടെ വാർ ഫ്രണ്ടിൻ്റെ മുതിർന്ന നേതാവായ കമാൻഡറായ വ്യക്തി സുരക്ഷിതനായിരിക്കുന്നു എന്നാണ് നസറുള്ള പറഞ്ഞത്. അതിനുശേഷമാണ് ഇസ്രായേലിൻ്റെ ഇത്തരത്തിലൊരു പ്രസ്താവന കൂടി പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.